Hello everyone, welcome to Computer Science Hub. Today's topic, our subject is computer fundamentals and our topic is number conversion. And discuss ചെയ്യാൻ പോകുന്നത് കൺവേർട്ടിംഗ് ടു ഡെസിമൽ നമ്പേഴ്സ്. സോ നമ്മൾ നമ്പർ കൺവേർഷൻസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായി ആൻഡ് ലാസ്റ്റ് വീഡിയോയിൽ നമ്പർ കൺവേർഷൻസ് ഫ്രം ഡെസിമൽ നമ്പർ ഒരു ഡെസിമൽ നമ്പറിനെ ബാക്കിയുള്ള നമ്പർ സിസ്റ്റംസിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റ് നമ്പർ സിസ്റ്റംസിൽ നിന്ന് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ 3 അതർ നമ്പർ സിസ്റ്റംസ് ആണ് നോക്കുന്നത്. ദാറ്റ് ഇസ് ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ. So we are going to convert a binary number, an octal number, a hexadecimal number to decimal number. Okay. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഒന്ന് റീകളക്ട് ചെയ്യാം. എങ്ങനെയായിരുന്നു ഡെസിമലിന്ന് കൺവേർട്ട് ചെയ്തിരുന്നത്? ഒരു ഡെസിമൽ നമ്പറിൽ നിന്ന് വേറെ ഏത് നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിലും നമ്മൾ യൂസ് ചെയ്തിരുന്ന മെത്തേഡ് റിപ്പീറ്റഡ് ഡിവിഷൻ ആയിരുന്നു. ഒരു നോർമൽ നമ്പർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റിജർ നമ്പറിൻ്റെ റിപ്പീറ്റഡ് ഡിവിഷൻ ആണ്. റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ ദ ബേസ് ഓഫ് ദ ന്യൂ നമ്പർ സിസ്റ്റം. അതായത് ഇപ്പോൾ ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് വെച്ചാൽ ബൈനറിയുടെ ബേസ് 2 ആണ്. ഇപ്പോൾ 2 കൊണ്ട് റിപ്പീറ്റഡ്ലി ഡിവൈഡ് ചെയ്യും. ഇനിയിപ്പോൾ ഒക്ടലിലേക്ക് ആണെന്ന് ഒക്ടലിൻ്റെ ബേസ് 8 ആയതുകൊണ്ട് 8 കൊണ്ട് റിപ്പീറ്റഡ്ലി ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഇനിയിപ്പോൾ അത് ഫ്രാക്ഷണൽ നമ്പർ ആണെന്ന് കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഫ്രാക്ഷണൽ പാർട്ടിനെ എടുത്ത് റിപ്പീറ്റഡ്ലി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ മെത്തേഡ് ഡെസിമലിൽ നിന്ന് കൺവേർട്ട് ചെയ്യാൻ. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഡെസിമലിലേക്ക് മാറ്റാൻ പോവാം. അപ്പോൾ ഇതും ഓൾമോസ്റ്റ് ഈ 3 കൺവേർഷനും ഓൾമോസ്റ്റ് സിമിലർ പ്രൊസീജിയർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കാം. ബൈനറി ടു ഡെസിമൽ. അപ്പോൾ ഫ്രം ഡെസിമലും ടു ഡെസിമലും. ഫ്രം ഡെസിമൽ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ഡിവിഷൻ ആൻഡ് ടു ഡെസിമൽ കൺവേർഷൻ ആണ് നോക്കുന്നത്. ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. എ ബൈനറി നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ഡെസിമൽ ഇക്വാലന്റ് ബൈ സമ്മിങ് അപ്പ് ദ പ്രൊഡക്റ്റ് ഓഫ് ഈച്ച് ബിറ്റ് ആൻഡ് ഇറ്റ്സ് വെയ്റ്റ്. നമ്മൾ ജനറലി നമ്പർ സിസ്റ്റംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ ഇതൊരു പറഞ്ഞിട്ടുണ്ടായി. അതായത് ഓരോ ബൈനറി ഡിജിറ്റിൻ്റെയും ഇപ്പോൾ ബൈനറി ആയിക്കോട്ടെ ഡെസിമലും ഒക്ടലും എല്ലാം പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഓരോ ഡിജിറ്റിനും ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് എ വെയ്റ്റ്. ഇപ്പോൾ ഒരു ഡിജിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദാറ്റ് ഡിജിറ്റ്. അപ്പോൾ ആ ഡിജിറ്റിൻ്റെ വാല്യൂവും ദെൻ ആ ഡിജിറ്റിൻ്റെ വെയ്റ്റും പൊസിഷനും എല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ കൺവേർഷനിൽ വരുന്നത്. ഇവിടെ നമ്മൾ ഒരു ബൈനറി നമ്പറിൻ്റെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മിങ് അപ്പ് ദ പ്രൊഡക്റ്റ് ഓഫ് ഈച്ച് ബിറ്റ് ആൻഡ് വെയ്റ്റ്. അപ്പോൾ ഓരോ ബിറ്റിനും ഒരു ബിറ്റ് വാല്യൂ ഉണ്ടാവും, അതിന് വെയ്റ്റ് ഉണ്ടാവും. അത് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ എല്ലാ ബിറ്റിൻ്റെ വാല്യൂസും തമ്മിൽ ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് ഡെസിമൽ ഇക്വാലൻ്റ് കിട്ടുക. അപ്പോൾ വെയ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് ഒരു ബിറ്റിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് പവേഴ്സ് ഓഫ് 2 ആയിരിക്കും. 2ൻ്റെ പവേഴ്സ് ആയിട്ടാണ് വെയ്റ്റ് വരുന്നത്. ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. 2 എക്സാമ്പിൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് ദിസ് 11011 ടു ദ ബേസ് 2 ടു ഡെസിമൽ. അപ്പോൾ ഈ ഒരു ബൈനറി നമ്പറിൻ്റെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ടേബിൾ പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 11011 ആണ് നമ്മളുടെ നമ്പർ. അപ്പോൾ ഈ നമ്പറിൻ്റെ നേരെ അപ്പോൾ അത് ബിറ്റുകളാണ്. അതിന് നേരെ നമ്മൾ വെയിറ്റ് ചെയ്താണ്. ഇപ്പോൾ റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുക, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ നിന്ന് തുടങ്ങുക. 2⁻0 ആണ്. അപ്പോൾ എല്ലാ ഡിജിറ്റ്സിൻ്റെയും വെയിറ്റ് വിൽ ബി ദ പവർ ഓഫ് 2. സം പവേഴ്സ് ഓഫ് 2 നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4. ഇനിയെല്ലാം ഈസിയാണ്. അതായത് ഇതിൻ്റെ ബിറ്റും അതിൻ്റെ വെയിറ്റും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ എന്താ 1 അല്ലേ, 1 ഇൻറ്റു 2⁻0. 2⁻0 എന്താ? 2⁻0 എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം അല്ലേ. 2⁻, അപ്പോൾ ഏത് ഡിജിറ്റ് ആയാലും ടു ദ പവർ 0 വിൽ ബി ഈക്വൽ ടു 1. സോ 1 ഇൻറ്റു 2⁻0 പ്ലസ് 1 ഇൻറ്റു 2⁻1 പ്ലസ് 0 ഇൻറ്റു 2⁻2 പ്ലസ് 1 ഇൻറ്റു 2⁻3 പ്ലസ് 1 ഇൻറ്റു 2⁻4. അപ്പോൾ നോർമലി നമുക്ക് അറിഞ്ഞൂടെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ സാധാരണ ഈ 1 ഇരിക്കുന്ന പൊസിഷൻസിൻ്റെ വെയിറ്റും ബിറ്റും കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് എല്ലാതും. ദെൻ 1 ഇൻറ്റു 2⁻4 എന്ന് പറയുന്നത് 16 ആണ്. പ്ലസ് 1 ഇൻറ്റു 2⁻3 എന്ന് പറയുന്നത് 8 ആണ്. പ്ലസ് ഈ ടേം 0 ആയി പോയി. ദെൻ 1 ഇൻറ്റു 2⁻1 അത് 2 ആണ്. ദെൻ 1 ഇൻറ്റു 2⁻0, 2⁻0 എന്ന് പറയുന്നത് 1 തന്നെയാണ്. അതുകൊണ്ട് ഈ ടേം 1 ആണ്. അങ്ങനെ 27 കിട്ടി. അപ്പോൾ ഈ 11011 എന്നുള്ള ബൈനറി നമ്പറിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറാണ് 27. ഇനി അതുപോലെ തന്നെ അടുത്തതും കൺവേർട്സ് ദിസ് നമ്പർ 11001010 ഡെസിമൽ ആക്കുക. അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ എഴുതി അല്ലേ, 110010 എന്ന് എഴുതി ബിറ്റ്.
അതിൻ്റെ വെയിറ്റ് 2⁻0 2⁻1 അങ്ങനെ അപ് ടു 2�6 വരെയാണ് കിട്ടിയത്. ഇനി അത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ എന്താ 0 × 2⁻0. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ തുടങ്ങാം. നമ്മൾ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. 1 × 2⁻6 പ്ലസ് 1 × 2⁻5 പ്ലസ് 0 × 2⁻4 പ്ലസ് 0 × 2⁻3 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻1 പ്ലസ് 0 × 2⁻0. വിച്ച് മീൻസ് നമുക്ക് ഇവിടെ 1 ഉള്ള ടേംസ് മാത്രം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൽ മതി. അപ്പോൾ ഈസി ആയിട്ട് കിട്ടും. അതായത് 2⁻6 പ്ലസ് 1 × 2⁻5 പ്ലസ് 2⁻1. അപ്പോൾ 98 ആണ് ആൻസർ. കണ്ടോ, 98 ആണ് നമ്മളുടെ ആൻസർ. ഇതാണ് ഒരു നോർമൽ ഒരു ബൈനറി നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ്. ഇനി കൺവേർട്ടിംഗ് ബൈനറി ഫ്രാക്ഷൻ ടു ഡെസിമൽ. ഫ്രാക്ഷണൽ നമ്പർ ആണെന്ന് എന്താ ചെയ്യുക? A binary fraction number can be converted into its decimal equivalent by summing up the product of each bit and its weight. സെയിം തന്നെ. വെയിറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് വ്യത്യാസം. നേരത്തെ വെയിറ്റ് എങ്ങനെയായിരുന്നു? 2⁻0 2⁻1 എന്ന് പറഞ്ഞിട്ടായിരുന്നു വെയിറ്റ്. ഇവിടെ ഇപ്പോൾ വെയിറ്റ് 2⁻−1 2⁻−2 അങ്ങനെയായിരിക്കും വെയിറ്റ്. 4 ഡിജിറ്റ്സ് ആഫ്റ്റർ ദ ബൈനറി പോയിന്റ്. അപ്പോൾ പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റ്സിനായിരിക്കും ഈ വെയിറ്റ് കൊടുക്കേണ്ടത്. കൺവേർട്ട് 0.101 ടു ദ ബേസ് 2 ടു ഡെസിമൽ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 101 ആണ് അല്ലേ? അപ്പോൾ പോയിന്റിന് ഇപ്പുറത്തോട്ടുള്ള എല്ലാത്തിനും നമ്മൾ 2⁻−1 ആണ് കൊടുക്കുക. 2⁻−1 2⁻−2 2⁻−3. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതെ, നോക്കിയേ, ഇതൊരു അടുത്ത എക്സാമ്പിൾ ആണ്. ഇപ്പം ഇങ്ങനെയൊക്കെ എക്സാമ്പിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അല്ലേ? 1010.11 1010.11 ടു ഡെസിമൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിത് ചെയ്തു 2 പാർട്ടാക്കി. ഇവിടെ തൊട്ടിട്ട് പോയിന്റിൻ്റെ ഇപ്പുറത്തുനിന്ന് 2⁻0 2⁻1 2⁻2 2⁻3 എന്ന് എഴുതാം. പോയിന്റിൻ്റെ അപ്പുറത്തോട്ട് 2⁻−1 2⁻−2 എന്ന് എഴുതാം. അപ്പോൾ 2 പാർട്ടാക്കി ചെയ്തിട്ടാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ഇതപ്പോൾ ഇവിടെ 1010 ആണ് ഇൻറ്റിജർ പാർട്ട് അല്ലേ? 1010. അപ്പോൾ അതിൻ്റെ വെയിറ്റ് 2⁻0 2⁻1 2⁻2 2⁻3 എഴുതിയിട്ടുണ്ട്. then അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതുക. ഒരു ബിറ്റും അതിൻ്റെ വെയിറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെ അടുത്ത ബിറ്റും അതിൻ്റെ വെയിറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് പോവാം. അപ്പം നമുക്ക് 10 ആണ് ഡെസിമൽ. 1010 10 ആണ് കിട്ടി. ഇനി പോയിന്റ് പാർട്ട് എന്താ? 0.11 ആണ്. അപ്പോൾ 11 ആണ് ബിറ്റ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് വരുന്നത് എന്താ? 2⁻−1 2⁻−2. അപ്പോൾ അതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ എഴുതാം. അപ്പോൾ 0.75 കിട്ടും. അപ്പോൾ ഇവിടെ 10ഉം ഇവിടെ 0.75 കിട്ടിയത്. നമുക്കത് കമ്പൈൻ ചെയ്ത് 10.75 എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബൈനറി ഫ്രാക്ഷനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബൈനറി പഠിച്ചോ? ഇനി അതേപോലെ തന്നെയാണ് ഒക്ടലും. എന്തായിരിക്കും വ്യത്യാസം? ഓരോ ഡിജിറ്റിൻ്റെ വെയിറ്റും 2⁻0 എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ അത് 8⁻. ഒക്ടലിൻ്റെ ബേസ് 8 അല്ലേ? അപ്പോൾ 8⁻0 8⁻1 8⁻2 അങ്ങനെയായിരിക്കും. വേറെ ഒരു ഡിഫറൻസും ഇല്ല. An octal number can be converted into a decimal equivalent by summing up the product of each octal digit and its weight. Weights are some powers of 8. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരേ ഒരു ലൈൻ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സിമിലർ ടു ദ ഫസ്റ്റ് പ്രോബ്ലം. Okay. The weights means they are some powers of 8. 8⁻0, 8⁻1, 8⁻2, etc. And this is the example. 157 to the base 8 to decimal. 157 എന്ന് പറയുമ്പോൾ ഒക്ടൽ നമ്പർ ആണ്. അപ്പോൾ ആ ഒക്ടൽ നമ്പർ നമ്മൾ ഇതുപോലെ ഒക്ടൽ ഡിജിറ്റ് എഴുതി. അതിൻ്റെ വെയിറ്റ് എങ്ങനെയാണ്? 8⁻0 എന്നാണ് വെയിറ്റ് വരുന്നത്. 8⁻0 8⁻1 8⁻2 എവിടെ വരെ ഉള്ള വെച്ചാൽ അവിടെ വരെ എഴുതാം. 8⁻2 വരെ എഴുതി. ഇനി എന്ത് ചെയ്യണം? ആസ് യൂഷ്വൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതാം. അത് 1 × 8² പ്ലസ് 5 × 8⁻1 പ്ലസ് 7 × 8⁻0. 64 പ്ലസ് 40 പ്ലസ് 7 എന്ന് പറയുന്നത് ആൻസർ 111 ആണ് നമ്മളുടെ ബൈനറി ഡെസിമൽ നമ്പർ. അതുപോലെ തന്നെ ഒരു നമ്പറും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ മതി. 1005. 1005 ആകുമ്പോഴും നമുക്ക് 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 8⁻0 8⁻1 8⁻2 8⁻3. അപ്പോൾ അത് ആഡ് ചെയ്ത് വരുമ്പോൾ 517 ആൻസർ കിട്ടും. അപ്പോൾ ഇത് സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടുന്നതേ ഉള്ളൂ. കിട്ടിയോ? ഇനി ലാസ്റ്റ് കൺവേർഷൻ എന്താ? ഹെക്സാഡെസിമലിൽ നിന്ന് ഡെസിമലിലേക്ക്. ഇവിടെ ഞാൻ ഒക്ടൽ ഇവിടെ ഞാൻ ഫ്രാക്ഷണൽ പറഞ്ഞാൽ വിട്ടുപോയിട്ടോ. വിട്ടുപോയതല്ല, ഫ്രാക്ഷണൽ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? പോയിന്റിന്റെ അപ്പുറത്തോട്ട് 8⁻⁻. ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. അപ്പോൾ 273.16 ഇതാണ് നമ്മളുടെ എക്സാമ്പിൾ. അപ്പോൾ ഈ നമ്പറിനെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും?
ഇതാണ് ഡെസിമൽ പോയിന്റ് അല്ലേ? ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റിലോട്ട് 8 raised to 0, then 8 raised to 1, then 8 raised to 2. ഇങ്ങനെ എഴുതാം. ഡെസിമൽ പോയിന്റിന്റെ അപ്പുറത്തോട്ടോ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലേ, ഇതിന്റെ അപ്പുറത്തോട്ട് 8 raised to -1, 8 raised to -1 എവിടെ വരെ കിട്ടും? 8 raised to -2 വരെ കിട്ടും. 8 raised to -2. ഇനി ഇപ്പം ഈസി അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്താൽ മതി. അതായത് 2 into 8 square പ്ലസ് വെയിറ്റ് ഈ ഡിജിറ്റും അതിൻ്റെ വാല്യൂ 2 into 8 square പ്ലസ് 7 into 8 പ്ലസ് 3 into 8 raised to 0. അവിടെ ഒരു വാല്യൂ കിട്ടും, അതവിടെ നിൽക്കുക. പോയിന്റ് 1 into 8 raised to -1, 6 into 8 raised to -2. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒക്ടലിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഹെക്സാഡെസിമലിന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ? എല്ലാ പ്രൊസീജിയറും സെയിം തന്നെ. ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് വി ഹാവ് ടു യൂസ് പവേഴ്സ് ഓഫ് 16. വെയ്റ്റ്സ് ആർ പവേഴ്സ് ഓഫ് 16 എന്നുള്ള ലൈൻ മാത്രം നോക്കിയാൽ മതി. 16⁻0, 16⁻1 അപ് ടു വരും. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നോക്കാണ്ട്. ഇപ്പം ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. കൺവേർട്ട് AB⁻16 ടു ഡെസിമൽ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഡിജിറ്റ് എഴുതി എയും ബിയും. അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 16⁻0യും 16⁻1. അപ്പോൾ രണ്ട് വാല്യൂ വരെ കിട്ടുന്നത്. അപ്പോൾ എന്ത് എഴുതണം? A into 16⁻1 പ്ലസ് B into 16⁻0. ആൻഡ് ആ എനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നറിയാം. അതിൻ്റെ വാല്യൂ എന്താ? 10 ആണ് വാല്യൂ. അപ്പം 10 into 16 പ്ലസ് 11 into 16⁻0. ഇപ്പോൾ 171 ആണ് നമ്മളുടെ ഡെസിമൽ നമ്പർ കിട്ടുന്നത്. ഇങ്ങനെയാണ് കൺവേർഷൻ. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ 2D5. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി തുടക്കത്തിലെ ഇവിടെ ഡിഫറൻസ് പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ ഡിക്ക് ഞാൻ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തെറ്റിപ്പോവും. അതായത് സപ്പോസ് ഞാനിപ്പോൾ ഡിക്ക് തെറ്റല്ല, ശ്രദ്ധിച്ചില്ലെങ്കിൽ മാറിപ്പോവും. ഓക്കെ, അപ്പോൾ തെറ്റുന്ന ഒരു പോസിബിലിറ്റി ഞാൻ പറഞ്ഞുതരാം. 2D5 അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 2 എഴുതി, ഡിയുടെ വാല്യൂ എന്താണ്? 11, 12, 13 അല്ലേ? 13 ആണ്. അപ്പം ഞാൻ ഡിക്ക് പകരം ഇവിടെ 13 എഴുതി, എന്നിട്ട് 5 എഴുതി. അപ്പോൾ നമ്മളുടെ നമ്പർ എങ്ങനെയാണ് കിടക്കുന്നത്? 2135 എന്നാണ് നമ്പർ ഇപ്പോൾ വന്ന് കിടക്കുന്നത്. ഇനി ഞാനിപ്പോൾ സപ്പോസ് ഇതിൻ്റെ താഴെ ഞാൻ വെയിറ്റ് ചെയ്ത് തുടങ്ങാൻ പോവാണ്. 16⁻0 ആൻഡ് 3ൻ്റെ താഴെ 16⁻1, 1ൻ്റെ താഴെ 16⁻2 ആൻഡ് 2ൻ്റെ താഴെ 16⁻3. അപ്പോൾ എന്താ ഉണ്ടാവാൻ പോകുന്നത്? ഇത്ര എഴുതിയിട്ട് തെറ്റിപ്പോവും അല്ലേ? കാരണം ഇങ്ങനെ നമ്മൾ 13 എഴുതി കഴിഞ്ഞാലും ഇത് ഒരു സിംഗിൾ നമ്പർ ആണെന്നുള്ളത് കൺസിഡർ ചെയ്യണം. 13 = D ആണ്. അപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ പിന്നെ ഒരിക്കലും തെറ്റാൻ പോകുന്നില്ല. ഈ എക്സാമ്പിളിൽ കാണുന്ന പോലെ തന്നെ എഴുതിയാൽ മതി. 2D5 എന്ന് എഴുതാം. 2D5 3 നമ്പേഴ്സ് ആണുള്ളത്, ഡിജിറ്റ്സ് ആണുള്ളത്. ആൻഡ് അതിന് നേരെ കറസ്പോണ്ടിങ് വെയിറ്റ് ചെയ്താൽ 16⁻0, 16⁻1, 16⁻2. ഇനി അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16⁻2 into 2 പ്ലസ് 16⁻1 into D. അപ്പോൾ ഡിൻ്റെ വാല്യൂ എന്താ? 13 പ്ലസ് 16⁻0 into 5. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ വാല്യൂ ആയിട്ടുള്ള 725 നമുക്ക് കിട്ടുന്നത്. 725 ആണ് ആൻസർ വരുന്നത്. ഇങ്ങനെയാണ് ഹെക്സാഡെസിമലിൽ നിന്ന് ഡെസിമലിൽ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഈ പോയിന്റ് ഉള്ളത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് പറയാനും മാത്രമൊന്നുമില്ല, കൺസെപ്റ്റ് എല്ലാം ഈസിയാണ്, അതുകൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. ഇപ്പോൾ ഇതന്നെ ഇരുന്നോട്ടെ. 2D പോയിന്റ്, അത് 0 അല്ല D ആണ് കേട്ടോ. 2D പോയിന്റ് B1. ഇങ്ങനെയാണ് എൻ്റെ ഹെക്സാഡെസിമൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിൻ്റെ മേലേക്ക് 16⁻0 ആണ്, ഇത് 16⁻1 ആണ്. ദെൻ ഡെസിമൽ പോയിന്റ് ഇവിടെ ഉണ്ട് അല്ലേ? ഡെസിമൽ പോയിന്റിൻ്റെ അപ്പുറത്തോട്ട് 16⁻1 ആയിരിക്കും. ആൻഡ് ഇത് 16⁻2 ആയിരിക്കും. അപ്പോൾ ഇത്രയാണ്. ഇതിന് എന്ത് ചെയ്യുക? 2 into 16⁻1 പ്ലസ് D into 16⁻0. D എന്ന് പറയുന്നത് എന്താ? 13 ആണ് വാല്യൂ. 13 into 16⁻0 പോയിന്റ് B into 16⁻1. B എന്ന് പറയുന്നത് 12 വരും അല്ലേ? 11 ആണ് ബിൻ്റെ വാല്യൂ വരുന്നത്. 11 into 16⁻1 പ്ലസ് 1 into 16⁻2. ഇങ്ങനെയാണ് ആഡ് ചെയ്ത് ആൻസർ കിട്ടുന്നത്.
അപ്പോൾ ടോപ്പിക് വളരെ സിമ്പിൾ ടോപ്പിക്കായിരുന്നു. നമ്മൾ എല്ലാ നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാ. ഐ മീൻ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാ. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പൊസിഷൻ ഡിജിറ്റ് ഇൻറ്റു അതിൻ്റെ വെയിറ്റ് സം ചെയ്യുക അത്രയേ ഉള്ളൂ. ആ വെയിറ്റ് കിട്ടുന്നത് ഓരോ നമ്പർ സിസ്റ്റത്തിനും അതിൻ്റെ ബേസിൻ്റെ പവേഴ്സ് ആയിരിക്കും വെയിറ്റ്. ഇപ്പം നമുക്ക് പരിചയമുള്ള ഒക്ടലും ഹെക്സാഡെസിമലും ബൈനറിയും നോക്കി. ഇനി ഏതൊരു നമ്പർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ഫോർ എക്സാമ്പിൾ കൺവേർട്ട് ദിസ് AB⁻16 ഇൻറ്റു എ ബേസ് 7 നമ്പർ സിസ്റ്റം. അങ്ങനെ ഏത് നമ്പർ സിസ്റ്റം പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവരുടെ ആ വെയിറ്റ് ഉണ്ടല്ലോ, സോറി അങ്ങനെയല്ല. സപ്പോസ് ഒരു ബേസ് 7 നമ്പർ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബേസ് 11 നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ബേസിൻ്റെ പവേഴ്സ് ആയിട്ട് വെയിറ്റുകൾ എടുക്കുക, ഡിജിറ്റ്സിൻ്റെ വെയിറ്റ് എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്താൽ മതി, ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് മെത്തേഡ്. ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.